ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം പുളിമുട്ടായിയാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് നമ്മുടെ പഴയ കാലത്തെ പുളിമുട്ടായി ഒന്ന് തയ്യാറാക്കി എടുത്തിട്ട് വരാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ പുളി മുട്ടായി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പുളി തന്നെയാണ്. ഞാനിപ്പോൾ 250 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുളി എടുക്കുമ്പോൾ കറുത്ത പുളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ കറുത്ത പുളി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ബ്രൗൺ കളർ പുളി ആയാലും മതിയാവും. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ച് കൊടുത്തതിന് ശേഷം വേണം ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട്. അപ്പോഴത്തേക്കാണ് ഇത് പെട്ടെന്ന് കുതിർന്നിട്ട് നമുക്ക് ഒരു 30 മിനിറ്റ് അങ്ങനെ വെച്ചിരുന്നാൽ മതിയാവും. എന്നാൽ ശരി, ഇതൊരു 30 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പുളിയെല്ലാം ഇപ്പം നല്ലതുപോലെ കുതിർന്നിട്ട് വന്നിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ കൈ വെച്ച് ഇത് ഉടച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ഇത് നല്ലതുപോലെ ഇതുപോലെ വരുന്നത്, പേസ്റ്റ് പോലെ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പുളിയിലുള്ള കുരു ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. അപ്പോൾ ചെറിയ നാര് പോലുള്ള ഉണ്ടാവും, അതുപോലെ തന്നെ കുരുവൊക്കെ കാണും. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മാറ്റാം ഇതിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഈ പുളിയുടെ കുരു എല്ലാം ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് കുരുവൊന്നും ഇല്ലായിരുന്നു, കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയ ശേഷം നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ പുളിയുടെ കട്ടയായിട്ടുള്ള പീസെല്ലാം ഇനിയും ഉണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നത്. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഇത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പുളിയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. അപ്പോൾ പുളിയുടെ ചെറിയ തകിടെല്ലാം ഇതിലിപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇച്ചിരി വലിയ ഹോളിൽ ഒരു അരിപ്പയിലൂടെ മാത്രമേ നമുക്കത് അരിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അരിച്ചെടുക്കുന്നില്ല, ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ പുളിമുട്ടായി തയ്യാറാക്കി തുടങ്ങാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ പുളിമുട്ടായി കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവൂ. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ 250 ഗ്രാം പുളിക്ക് ഒരു 50 ഗ്രാം ശർക്കര കൂടുതൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പുളിയായിട്ടിരിക്കും, അതിൻ്റെ പേരിലാണ്. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കര എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കുന്ന പുളിമുട്ടായി കുറച്ചധികം ഉണ്ടാവും. അപ്പോൾ കുറച്ച് പുളിമുട്ടായി മതിയെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം പുളി എടുത്തിട്ട് അതിലേക്ക് ഒരു 150 ഗ്രാം ശർക്കര ചേർത്ത് തയ്യാറാക്കിയാലും മതിയാവും. ഇപ്പോൾ ഈ ശർക്കരയിൽ കല്ലൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്ത ശേഷം നമ്മളൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം രണ്ടാമത് തയ്യാറാക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഈ കല്ല് കടിക്കും, അതിൻ്റെ പേരിലാണ്. നമ്മുടെ ശർക്കരയെല്ലാം ഇപ്പം നല്ലതുപോലെ ഉരുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുളി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ പുളിയെല്ലാം നന്നായിട്ട് കുതിർത്തെടുത്തതിൻ്റെ പേരിലാണ് ഇത് ഒരുപാട് ഇരിക്കുമ്പോൾ ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കുറച്ചായിട്ട് വന്നോളൂ. ഇപ്പോൾ നല്ല പുളിയുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ശർക്കര കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ശർക്കര ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഈ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മളിപ്പോൾ പുളിയിലേക്ക് ചേർത്ത വെള്ളവും അല്ലാതെ നമ്മൾ ശർക്കരയിലുള്ള വെള്ളവും നന്നായിട്ടൊന്ന് വറ്റിയിട്ട് കിട്ടണം. ഫസ്റ്റ് ഇത് നല്ലതുപോലെ തിളച്ചിട്ട് വരുന്ന ടൈമിൽ നമ്മൾ ഈ വെള്ളമൊക്കെ പുളിയിൽ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ആ വെള്ളമെല്ലാം ഇങ്ങനെ തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ചാൽ മതിയാവും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ കംപ്ലീറ്റ് വെള്ളവും നന്നായിട്ടൊന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തെറിച്ചിട്ട് വരില്ല. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്.
ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പുളിയിലേക്ക് വെച്ചിട്ടുള്ള ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. അപ്പോൾ ഈ പുളിയിലിപ്പോൾ ഉപ്പില്ല, അതിൻ്റെ പേരിലാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അപ്പോൾ ചെറിയൊരു എരിവ് കൂടി നമുക്ക് ഈ പുളിമുട്ടായിൽ കൂടെ കിട്ടും. ഫസ്റ്റിൽ നമ്മൾ ഈ മുളക് പൊടി ചേർക്കാത്ത എന്തെന്ന് വെച്ചാൽ ഇത്രയും സമയം കൊണ്ട് ഈ വറ്റിയിട്ട് വരുന്ന ഇത്രയും സമയം കൊണ്ട് ഈ മുളക് പൊടിയെല്ലാം നല്ലതുപോലെ കരിഞ്ഞിട്ട് വരും. അതിൻ്റെ പേരിലാണ് ലാസ്റ്റിൽ ചേർക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വീണ്ടും മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ട് ഈ കടായിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അപ്പോഴാണ് നമ്മുടെ പുളിമുട്ടായി കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കടായും കറുപ്പാണ്, ഇപ്പോൾ പുളിമുട്ടായും കറുപ്പാണ്. അതിൻ്റെ പേരിൽ ഒരു കംപ്ലീറ്റ് കറുപ്പിലാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ പുളിമുട്ടായിയുടെ കറക്റ്റ് പരിവായിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. നമുക്കിനി ഇത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പുളിമുട്ടായി കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിമുട്ടായിയാണിത്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ പുളിമുട്ടായിൽ കറക്റ്റ് മധുരം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അതിൻ്റെ പേരിൽ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി നമ്മൾ ചേർത്തേക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടിരുന്ന് തണുക്കട്ടെ, എന്നിട്ട് മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് പിടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കവറുണ്ടല്ലോ, നമ്മൾ വ്രാപ്പ് ചെയ്യുന്ന കവർ, അപ്പോൾ ആ കവറിലേക്ക് വെച്ചിട്ട് നമുക്ക് വ്രാപ്പ് ചെയ്ത് എടുത്താൽ മതിയാവും. അങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈവച്ച് ഓരോ ചെറിയ ചെറിയ ബോൾസായിട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി വെച്ചാലും മതിയാവും, ലോലിപോപ്പ് പോലെ. അപ്പോൾ അങ്ങനെ നമുക്ക് പുളിമുട്ടായി തയ്യാറാക്കാം. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ആ പഴയ കാലത്ത് അതേ രുചിയിൽ തന്നെയാണ് നമുക്ക് ഈ പുളിമുട്ടായി കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിമുട്ടായിയാണ്. ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.